ഏവർക്കും ഔട്ട്സ്പോക്കൻ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പാലക്കാട് കോവിഡ് കാലത്തെ വെല്ലുവിളികൾ മറികടന്ന് സംസ്ഥാനത്ത് പുതിയ സ്കൂൾ വർഷം ആരംഭിച്ചിരിക്കുകയാണ്. 3 ലക്ഷത്തിലേറെ കുട്ടികളാണ് ഈ വർഷം 1ാം ക്ലാസ്സിലെത്തുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ ഓൺലൈനിലാണ് ക്ലാസുകൾ നടക്കുക. എന്നാൽ അട്ടപ്പാടിയിലെ വിദൂര ആദിവാസി ഊരുകൾ ഓൺലൈൻ പഠനത്തിന്റെ പരിധിക്ക് പുറത്താണ്. 3 പഞ്ചായത്തുകളിലായി ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഒന്നുമില്ലാതെ 500-ൽ കൂടുതൽ വിദ്യാർത്ഥികളാണ് ഈ ഊരുകളിലുള്ളത്. അഗളി പഞ്ചായത്തിലെ ചിണ്ടക്കി ആദിവാസി ഊരിൽ 60-ൽ കൂടുതൽ കുട്ടികളാണുള്ളത്. മൊബൈൽ ഫോണിന് റേഞ്ച് കിട്ടുന്ന ഇടം നോക്കിയാണ് ഇവരുടെ പഠനം നടക്കുന്നത്. വീടുകളിൽ നിന്ന് ഏറെ അകലെ കുന്നിൻ ചെരുവുകളും റോഡിന്റെ വശത്തുമായി കുട്ടികൾ കൂട്ടം കൂട്ടമായി ഇരിക്കുന്നത് കാണാൻ സാധിക്കും. പുത്തൂർ പഞ്ചായത്തിൽ സ്വർണഗന്ധ, അരളിക്കോണം, താഴെ ഭൂതയാരെ, എടവാണി തുടങ്ങി 20-ൽ കൂടുതൽ ഊരുകൾ മൊബൈൽ നെറ്റ്വർക്ക് കവറേജ് ഏരിയയ്ക്ക് പുറത്താണ്. ഭവാനിപ്പുഴ കടന്ന് വനമേഖലകളിൽ തടിക്കുണ്ട് മുതൽ ഗലസി വരെയുള്ള 1 ഡസൻ ഊരുകളിൽ വൈദ്യുതിയും എത്തിയിട്ടില്ല. കോയമ്പത്തൂരിൽ നിന്ന് അട്ടപ്പാടിയിലേക്കുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ തകരാറിലായതിനാൽ ബ്രോഡ്ബാൻഡ് സേവനങ്ങളും ലഭിക്കാൻ സാധ്യതയില്ല. കുറുക്കൻകുണ്ട്, കുറുവൻപടി, പുലിയറ എന്നീ പ്രദേശങ്ങളിലും ഷോളയൂരിലെ മൂലകങ്ങൾ എന്നീ കുടിയേറ്റ ഗ്രാമങ്ങളിലും സമാനമായ സ്ഥിതി തന്നെയാണുള്ളത്. നേരത്തെ ഒറ്റപ്പാലം സബ് കളക്ടറുടെ ഇടപെടൽ മൂലം ഷോളയൂര്, ശിങ്കപ്പാറ, മുത്തിക്കുളം എന്നീ കോളനികളിലേക്ക് ഇന്റർനെറ്റ് കണക്ഷനുകൾ ലഭ്യമാക്കിയിരുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിലെ പല ഉൾനാടൻ ഗ്രാമങ്ങളിലും മൊബൈൽ കവറേജ് പലപ്പോഴും വില്ലനാകുന്നു. ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ സാമ്പത്തികമായി സാധാരണക്കാരായ പല രക്ഷിതാക്കൾക്കും മൊബൈൽ റീചാർജിങ്ങും മാനസികാസ്വാസ്ഥ്യം വർദ്ധിപ്പിക്കുന്നു. അധ്യാപകരും ഇക്കാരണത്താൽ വളരെ പ്രയാസം അനുഭവിക്കുന്നു. മൊബൈൽ നെറ്റ്വർക്ക് സേവനദാതാക്കളുടെ 28 ദിവസ പരിധി എന്ന പകൽ കൊള്ള നാം കാണാതെ പോകരുത്. ഇനി മഴ കൂടുതൽ ശക്തമാകുന്നതോടെ നെറ്റ്വർക്ക് എത്രത്തോളം കാര്യക്ഷമമാകുമെന്ന് കാത്തിരുന്നു കാണാം. വാലിഡിറ്റി 28 ദിവസമാക്കി ചുരുക്കിയത് ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ വലിയ ആഘാതം തന്നെയാണ്. പുത്തൻ കമ്പനികൾക്ക് കോടികളുടെ ലാഭവും. അതെ, അവർക്ക് എല്ലാ മാസവും ഫെബ്രുവരിയാണ്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഔട്ട്സ്പോക്കൻ തൃശൂർ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. സമകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് മെയിൽ അയയ്ക്കുക. അയക്കേണ്ട വിലാസം outspokenchannel@gmail.com. നന്ദി, നമസ്കാരം.